പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പങ്കുവെക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ റോ എപ്പിസോഡ് കാണാൻ സാധിച്ച ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടതിനേക്കാൾ വലിയ വ്യത്യാസങ്ങൾ റോ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്മാക്ഡൗണിൽ മത്സരങ്ങൾക്കിടയിൽ അവർ പരസ്യങ്ങൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ റോ എപ്പിസോഡിൽ പരസ്യങ്ങളെ ഇടുന്നില്ല. അവർ റോ എപ്പിസോഡിൽ ഉടനീളം ഒരു കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരസ്യങ്ങൾ ഇട്ട് TV ടെലികാസ്റ്റിൽ നമ്മളെ വെറുപ്പിക്കുന്ന പോലെ നെറ്റ്ഫ്ലിക്സിൽ ഒരിക്കലും വെറുപ്പിക്കുന്നില്ല. അത് വലിയ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. ഒരു പേപ്പർ വ്യൂ ഒക്കെ കാണുന്ന പോലെയുള്ള ഒരു ഫീല് റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിൽ കാണുമ്പോൾ ഒരു പുതിയ അനുഭവം നമ്മളിലേക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചും സെഗ്മെന്റിനെ സംബന്ധിച്ചുമാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് AJ സ്റ്റൈൽസ് വേഴ്സസ് കെരിയൺ ക്രോസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ സൂപ്പർ താരമായ റോമൻ റീൻസ് റോ ബ്രാൻഡിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സെഗ്മെന്റും അടുത്ത റോ എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. റോമൻ റീൻസിന്റെ തിരിച്ചറിവ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോമൻ റീൻസ്, CM പങ്ക്, സെത്രോളിൻസ്, പോൾ ഹേമൻ തുടങ്ങിയവരുടെ സ്റ്റോറിയിലെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരിക്കും. കൂടാതെ അടുത്ത റോ എപ്പിസോഡ് റസൽമീനിയ 41 മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡാണ് എന്ന് വലിയ പ്രത്യേകതയുമുണ്ട്. രണ്ടാമതായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റസൽമീനിയ 41 പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ ഗംഭീരമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് കൂടിയിട്ടാണ്. റസൽമീനിയ 41 നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് ആദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നു. ബിയാങ്ക ബെലേർ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെയാണ് ഇയോ സ്കൈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. റൂമേഴ്സ് എല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് റോയുടെ തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. ബിയാങ്ക ബെലേറിന് റിയ റിപ്ലിയെ ആ ഒരു മത്സരത്തിലേക്ക് ആഡ് ോട് വലിയ താല്പര്യമില്ല. പതിയെ പോലെ ബിയാങ്ക ബെലേറും റിയ റിപ്ലിയും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് പോകുമ്പോൾ ഇയോ സ്കൈ ഇടപെടാൻ ശ്രമിക്കുകയും ഇയോ സ്കൈക്ക് അവർ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധ പോലും കൊടുക്കുന്നില്ല. അതിനെ തുടർന്ന് ഇയോ സ്കൈ ഒരു ഹൈ ഫ്ലൈയിങ് മൂവ് ഈ റെസ്ലേഴ്സിനെതിരെ ചെയ്യുന്നതും സ്റ്റിൽ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ ഇയോ സ്കൈ ആ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഗംഭീര ട്രിപ്പിൾ ത്രെറ്റ് മത്സരം റസൽമീനിയ 41 കാണും. അതുപോലെ തന്നെ റസൽമീനിയ 41 രണ്ടാമതായി ഇന്നത്തെ റോ എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുള്ളത് റേ മിസ്റ്റീരിയോ എന്ന ഹോൾ ഓഫ് ഫെയിമറും എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറും അവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറും അമേരിക്കൻ മെയ്ഡിലെ ക്രീഡി ബ്രദേഴ്സും ടീം ആയിക്കൊണ്ട് LWO എന്ന് പറയുന്ന ടീമിലെ 3 അംഗങ്ങൾക്കെതിരെ കളിച്ച ഈ 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ നേതൃത്വത്തിലുള്ള ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാനം എൽ ഗ്രാൻഡെ അമേരിക്കാനോ ചെറിയ ഒരു സ്റ്റീൽ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് മത്സരത്തിൽ വിജയിക്കുന്നത്. അത് മനസ്സിലാക്കിയ റേ മിസ്റ്റീരിയോ അതുകൊണ്ടാണ് റസൽമീനിയ 41 അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ഒരു മത്സരം ആദം പിയേഴ്സിനോട് ചോദിച്ചു വാങ്ങുന്നത്. ഒഫീഷ്യലി ഈ ഒരു മത്സരം റസൽമീനിയ 41 റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു ഷോ ഡൗൺ നമുക്ക് റസൽമീനിയ 41 ഈ മത്സരത്തിലൂടെ കാണാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ റസൽമീനിയ 41 മൂന്നാമതായി കൺഫേം ചെയ്ത റോ എപ്പിസോഡിലെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഫേറ്റൽ 4-way മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഡൊമിനിക് മിസ്റ്റീരിയോ, പെൻഡ, ഫിൻ ബെലർ തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേറ്റൽ 4-way ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഗംഭീരമായിട്ടുള്ള നിമിഷങ്ങൾ റസൽമീനിയ 41 പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ പെൻഡ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. മത്സരത്തിൽ പെൻഡ ഡൊമിനിക് മിസ്റ്റീരിയോയെ നല്ലൊരു മികച്ച പ്രകടനത്തോടു കൂടി പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം കാർലിറ്റോ ഡൊമിനിക് മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തിയ പെൻഡയെ ആക്രമിക്കുന്നുണ്ട്. അവിടെ ബ്രോൺ ബ്രേക്കർ വന്ന് കാർലിറ്റയ്ക്ക് എതിരെ ഒരു കിഡിലൻ സ്പിയർ കൊടുക്കുന്നുണ്ട്. കിഡിലൻ സ്പിയർ എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്പിയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റിങ്ങിലേക്ക് കയറി ഡൊമിനിക് മിസ്റ്റീരിയോയെയും പെൻഡയെയും സ്പിയർ ചെയ്ത് ബ്രോൺ ബ്രേക്കർ ആക്രമിക്കുന്നു. എന്നാൽ പിറകിലൂടെ വന്ന ഫിൻ ബെലർ ആദ്യം ബ്രോൺ ബ്രേക്കറിനെ ആക്രമിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ബ്രോൺ ബ്രേക്കർ തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് ഫിൻ ബെലർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലമായിട്ടുള്ള സ്റ്റോറി ഇതുവരെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫിൻ ബെലർ റസൽമീനിയ 41 ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാൻ സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോയും ഫിൻ ബെലറും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റ് നമുക്ക് റസൽമീനിയ 41 കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ
ഒട്ടനവധി സ്റ്റോറി ലൈൻ എലമെൻറ്റുകളുള്ള ഒരു ഫേറ്റൽ ഫോർവേ മത്സരമാണ് റസൽമീനിയ 41 IC ടൈറ്റിലിന് വേണ്ടി നടക്കാൻ പോകുന്ന മത്സരം. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് വുമൺസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ സൂപ്പർ താരമായ ബെയ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ലൈറ വാൽക്കീരിയ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ബെയ്ലി കൈ കൊടുക്കാൻ ഒന്ന് വിസമ്മതിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് വന്ന് ഹഗ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുന്ന ഗോട്ട്ലെറ്റ് ടാഗ് ടീം മത്സരത്തിൽ ലൈറ വാൽക്കീരിയയും ബെയ്ലിയും ടീം ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഈ മത്സരത്തിന് ഇടയിലോ അവസാനമോ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നടന്ന മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ് ന്യൂ ഡേ എന്ന് പറയുന്ന നമ്പർ 1 കണ്ടൻഡേഴ്സിന് എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. ന്യൂ ഡേ വിജയിച്ചു എന്നുണ്ടെങ്കിലും DQ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ മത്സരത്തിൽ വാർ റൈഡേഴ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജെ ഉസോയ്, ഗുന്തർ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് നടന്ന സെഗ്മെൻറ്റിൽ ഇതുവരെ കിട്ടാത്ത ഒരു സപ്പോർട്ട് ജെ ഉസോയ്ക്ക് ഇന്നത്തെ ഒരൊറ്റ സെഗ്മെൻറ്റ് കൊണ്ട് ആരാധകർക്കിടയിൽ കിട്ടിക്കാണും. കാരണം അത്രയും കിടിലമായിട്ടുള്ള പ്രൊമോ കട്ടാണ് ഇന്ന് ജെ ഉസോ നടത്തിയത്. ജെ ഉസോ പറയുന്ന ഓരോ വാക്കുകളും ആ സ്റ്റോറി ലൈനിൽ ഇതുവരെ അവർ എന്തൊക്കെയാണോ പറയാൻ ഉദ്ദേശിച്ചത് ആ പോയിന്റുകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരൊറ്റ സെഗ്മെൻറ്റ് കൊണ്ട് ഈ സ്റ്റോറി ലൈനിലേക്ക് ഫാമിലി കണക്ഷൻ കൂടി വന്നപ്പോൾ ആ സ്റ്റോറി കുറച്ചും കൂടി ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ഇന്നത്തെ ജെ ഉസോയുടെ ഈ ഒരു ഒറ്റ പ്രൊമോ കട്ടുകൊണ്ട് ആ ഒരു സ്റ്റോറി ഇറങ്ങിച്ചെന്ന ആരാധകർക്കിടയിൽ അതിലുള്ള ഒരു കണക്ഷനും കൂടി കിട്ടിയിട്ടുണ്ടാകും. കാരണം ജെ ഉസോ പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആണ്. അദ്ദേഹം എന്തുകൊണ്ട് ചാമ്പ്യൻ ആകണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റ് ജെ എന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഗുന്തറിന് എതിരെ വന്ന് നിൽക്കുമ്പോൾ തനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ സെഗ്മെൻറ്റോട് കൂടി ആ ഒരു പേടി തന്നിൽ നിന്ന് പോയിരിക്കുന്നു. ഇനി ഗുന്തർ എന്ത് കാണിച്ചാലും തനിക്ക് പേടിയില്ല. കൂടാതെ ഗുന്തറിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് മാത്രം നീ റസൽമീനിയ 41 വന്നാൽ മതി. കാരണം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തനിക്ക് പോലും അറിയില്ല എന്നും താൻ എങ്ങനെ മാറും എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളതും അത് ഗുന്തറിന് ഒരിക്കലും നന്നായിരിക്കില്ല എന്നുള്ളതും ജെ ഉസോ പറയുന്നുണ്ട്. നല്ല കിടിലമായിട്ടുള്ള ഒരു പ്രൊമോ ചെയ്ത് ഈ മത്സരത്തെ ആരാധകർ എത്രത്തോളം ഒരു ആവശ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു മൂർധന്യ ലെവലിലേക്ക് ഈ ഒറ്റ സെഗ്മെൻറ്റ് കൊണ്ട് ഈ ഒരൊറ്റ പ്രൊമോ കട്ട് കൊണ്ട് ജെ ഉസോ എത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ജെ ഉസോയുടെ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇതുവരെ ഈറ്റടിച്ച് നടക്കുന്ന ജെ ഉസോയല്ല, റൈറ്റ് ഹാൻഡ് ജെ ഉസോയാണ് കാണാൻ സാധിച്ചത്. അതായത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ റോമൻ റെയിൻസിന് എതിരെ അല്ലെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കൂടെ നിന്നിരുന്ന ജെ ഉസോയാണ് ഗുന്തറിനെതിരെയുള്ള ഇന്നത്തെ പ്രൊമോ സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ച ജെ. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് കണ്ടതിന് ശേഷം എന്താണ് തോന്നിയത് അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കുന്ന സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സെത്ത് പോൾ ഹേമനോട് ആവശ്യപ്പെട്ട ആ ഒരു ഫേവർ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പോൾ ഹേമൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് മെയിൻ ഇവൻറ്റിലെ ഈ ഒരു ഭാഗങ്ങൾ ആരംഭിക്കുന്നത്. താൻ റോമൻ റീൻസിനും CM പങ്കിനും ഒരുപോലെ വേണ്ടപ്പെട്ട ആളാണെന്നും ഇവരിൽ ഒരാളെ പോലും താൻ ചതിക്കില്ല എന്നുള്ളതും ഇവർ രണ്ടുപേരും തനിക്ക് ജീവന് തുല്യമാണെന്ന് എന്നുള്ളതും പോൾ ഹേമൻ പറയുന്നു. അങ്ങോട്ടേക്ക് സെത്ത് വരുന്നു. സെത്ത് വന്നിട്ട് റോമൻ റീൻസിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. റോമൻ റീൻസിന് നിന്നെ ആവശ്യമായിരുന്നു, അതായത് പോൾ ഹേമനെ ആവശ്യമുള്ളത് കൊണ്ടാണ് റോമൻ റീൻസിൻ്റെ കൂടെ നിർത്തുന്നത്. കൂടാതെ റോമൻ റീൻസ് ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു സമയത്ത് റോമൻ റീൻസ് എന്തുകൊണ്ട് പോൾ ഹേമനെ കൂടെ കൊണ്ടുപോയില്ല, പകരം ബ്ലഡ് ലൈനിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സോളോയുടെയും ജേക്കബ് ഫാറ്റുവിൻ്റെയും കയ്യിൽ നിന്ന് നല്ലൊരു അടി നിനക്ക് മേടിച്ച് തന്നില്ലേ. എന്നിട്ട് റോമൻ തിരികെ വന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സോളോ സിക്കോവ ബ്ലഡ് ലൈൻ്റെ നേതൃത്വം എടുത്തപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ വന്നത്. റോമൻ നിനക്ക് യാതൊരുവിധ വിലയും നൽകുന്നില്ല എന്നുള്ളത് സെത്ത് പോൾ ഹേമൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബെസ്റ്റ് ഇൻ ദ വേൾഡായ CM പങ്കിനെ സംബന്ധിച്ചാണ്. കമ്പനിയിൽ നിന്ന് 10 വർഷം മാറി നിന്ന CM പങ്ക് നിനക്ക് എന്ത് വിലയാണ് നൽകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കൂടാതെ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ CM പങ്ക് നീ വിളിച്ചിട്ടാണ് വന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആദ്യം വിളിച്ചത് എന്നെയാണ്. വേറെ ആരും കിട്ടാതെ വന്നപ്പോഴാണ് CM പങ്കിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരെ പോയത്. CM പങ്കിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ CM പങ്ക് ഒരു ഉപകാരം വേണമെന്നുള്ളത് പോൾ ഹേമനോട് ആവശ്യപ്പെട്ടു. ഹേമൻ അത് സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് പങ്ക് ആ ഒരു ടീമിൽ ജോയിൻ ചെയ്തു റോമൻ റീൻസിൻ്റെ കൂടെ സർവൈവർ സീരീസിൽ ടീം അംഗമായിട്ട് മാറിയത്. അല്ലാതെ പങ്കിന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ല, ഒരു സഹായം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് പങ്ക് വന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ സ്വാർത്ഥരാണ്. അവരാരും നിന്നെ രക്ഷിക്കാൻ വരില്ല എന്നുള്ളതും CM പങ്ക്
റോമൻ റീൻസ് തുടങ്ങിയവരെ ഉദ്ദേശിച്ചുകൊണ്ട് പോൾ ഹേമൻ്റെ മുഖത്ത് നോക്കി സെത്ത് പറയുന്നുണ്ട്. കൂടാതെ സെത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വേണമെങ്കിൽ നിനക്കൊരു ഉപകാരം ഞാൻ നൽകാം, നിന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം, അതിന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി, ഒരു കർബ് സ്റ്റോംപ് ചെയ്ത് നിന്നെ ഇപ്പോൾ ആക്രമിച്ചിടാൻ. അപ്പോൾ നിങ്ങൾക്ക് റസൽമേനിയ 41 വന്നിട്ട് ആരെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു വലിയ സംശയമുണ്ടല്ലോ, അത് മാറിക്കിട്ടും, നിനക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് CM പങ്ക് വരുന്നതും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു ഫൈറ്റ് നടക്കുന്നതും അവസാനം CM പങ്കിനെ കർബ് സ്റ്റോംപ് കൊണ്ട് സെത്ത് റോളിൻസ് ആക്രമിക്കുന്നതും പോൾ ഹേമനെ ആക്രമിക്കാൻ പോകുന്ന പോലെ കാണിച്ച് അവസാനം പോൾ ഹേമനോട് പറയുന്നത്, ഇനി നീ എനിക്കൊരു സഹായം ചെയ്യണം, അല്ലെങ്കിൽ നീ എനിക്കൊരു സഹായം ചെയ്തു തരണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ സെത്ത് റോളിൻസ് ആവശ്യപ്പെടുന്ന സഹായം ഇങ്ങനെയായിരിക്കും, CM പങ്കിൻ്റെയോ റോമൻ റീൻസിൻ്റെയോ കൂടെ പോകാതെ ഇനി എൻ്റെ കൂടെ നിൽക്ക്, എന്നെ റെലവൻ്റ് ആക്കി കാണിക്ക്, എന്നെ ടോപ്പ് സ്റ്റാർ ആക്കി കാണിക്ക്. അതായിരിക്കും മിക്കവാറും സെത്ത് പോൾ ഹേമനോട് റസൽമേനിയ 41 ആവശ്യപ്പെടാൻ പോകുന്നത്. അതിനർത്ഥം പോൾ ഹേമൻ ഗായ് ആയി ഇനി പുതുതായി വരാൻ പോകുന്നത് സെത്ത് റോളിൻസ് ആയിരിക്കും. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ റോമൻ റീൻസിൻ്റെ കൂടെ പോകുന്നതോ അല്ലെങ്കിൽ CM പങ്കിൻ്റെ കൂടെയുള്ള റിട്ടേണോ ആയിരിക്കില്ല. പോൾ ഹേമൻ സെത്തിൻ്റെ കൂടെ ചേർന്ന് പുതിയ ഒരു സെത്തിനെ വാർത്തെടുക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും റസൽമേനിയ 41 നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു ഫേവർ ആയിരിക്കും സെത്ത് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.